നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1.5 വർഷത്തിലേറെ ഹമാസ് ബന്ദിയായിരുന്ന ഇസ്രായേലി യുവാവ് ഒമർ ഷെംടോവ് മോചന സമയത്ത് ഹമാസ് അംഗങ്ങളുടെ നെറ്റിയിൽ ചുംബിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരുന്നു. എന്തുകൊണ്ടാണ് ഒമർ തന്നെ ബന്ദികളാക്കിയവരോട് അങ്ങനെ പെരുമാറിയത് എന്ന ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ. കാരണം 1 വർഷത്തിലേറെയായി ക്രൂരമായിട്ടുള്ള പീഡനങ്ങളായിരിക്കും ബന്ദികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനെ അവർ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് തങ്ങളെ ഇത്രയും കാലം ഉപദ്രവിച്ച ഹമാസ് അംഗങ്ങളുടെ നെറുകയിൽ ചുംബിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തായിരിക്കും കാരണം എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു. എന്നാൽ ഇത് ഹമാസിന്റെ പ്രചാരണ തന്ത്രമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഹമാസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായതെന്നാണ് ഒമറിന്റെ അച്ഛൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുഞ്ചിരിക്കാനും കൈവീശാനും അവർ പറഞ്ഞതുപോലെ ഒമർ ചെയ്തു. നെറുകയിൽ ഉമ്മ വെച്ചതും അവിടെ ഉണ്ടായിരുന്ന ഹമാസിന്റെ ആൾ ആവശ്യപ്പെട്ടത് അനുസരിച്ചായിരുന്നു. ഹമാസിന്റെ ബന്ദിയായിരിക്കെ മാനസികമായും ശാരീരികമായും ഒമർ അനുഭവിച്ച പീഡനങ്ങളും പിതാവ് വെളിപ്പെടുത്തി. കൊടിയ പീഡനങ്ങളായിരുന്നു യുവാവിന് അനുഭവിക്കേണ്ടി വന്നത്. നോവ മ്യൂസിക് ഫെസ്റ്റിൽ നിന്ന് 2023 ഒക്ടോബർ 7 ഹമാസിന്റെ പിടിയിലായ യുവാവ് ആദ്യത്തെ 50 ദിവസം മറ്റൊരാൾക്കൊപ്പമാണ് തടവിലാക്കപ്പെട്ടത്. ആ വർഷത്തെ താൽക്കാലിക കരാർ പ്രകാരം ഒപ്പമുണ്ടായിരുന്നയാൾ മോചിപ്പിക്കപ്പെടുകയും ഒമറിനെ ഹമാസിന്റെ തുരങ്കത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീടുള്ള മാസങ്ങളോളം ഒമർ സൂര്യപ്രകാശം എത്താത്ത തുരങ്കത്തിനകത്ത് ഏകാന്ത തടവിലായിരുന്നു. ഈ ദിവസങ്ങളിൽ ബന്ദിമോചനത്തിനായി തന്റെ ഉറ്റവരടക്കം നടത്തിവന്ന പോരാട്ടത്തിന്റെ മാധ്യമ റിപ്പോർട്ടുകൾ മാത്രം കണ്ടാണ് ഒമറിന് പുറലോകത്തെക്കുറിച്ചുള്ള അറിവ്. എങ്കിലും എല്ലാത്തിനെയും പ്രത്യാശയോടെ കാണുന്ന, എല്ലാവരോടും പെട്ടെന്ന് അടുക്കുന്ന പഴയ ഒമറിനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. 16 മാസത്തെ ബന്ധനത്തിനിടെ 15 കിലോഗ്രാം കുറഞ്ഞു എന്നതൊഴിച്ചാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. എന്നാൽ ബന്ദികളാക്കപ്പെട്ട കാലയളവിലേറ്റ മാനസികവും ശാരീരികവുമായ ആഘാതങ്ങൾ മോചിതരായവരിലെല്ലാം ഉണ്ടെന്ന് കുടുംബം പറയുന്നു. ഇരുട്ടറകളിൽ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിലും പട്ടിണിയിലും ഇവർ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചതായി കുടുംബങ്ങൾ ആരോപിക്കുന്നു. ഭോജനത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഭക്ഷണം നൽകി ശരീരഭാരം കൂട്ടുകയും ക്യാമറയ്ക്കും ജനക്കൂട്ടത്തിനു മുൻപിൽ ഏതുവിധം പെരുമാറണമെന്ന നിർദ്ദേശം നൽകിയുമാണ് ഹമാസ് ബന്ദിമോചനത്തിന്റെ ദൃശ്യങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതെന്നും ഇസ്രായേലും ബന്ദികളുടെ കുടുംബാംഗങ്ങളും ആരോപിക്കുന്നു. അതേസമയം യുവാവ് ചുംബിക്കുന്ന ദൃശ്യങ്ങൾ ഹമാസിനോടുള്ള നന്ദി പ്രകാശനമായും മോചന സമയത്ത് ആഹ്ലാദമായും ഈ ദൃശ്യത്തിന് സാമൂഹിക മാധ്യമങ്ങളിൽ ഹമാസ് അനുകൂലികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. 505 ദിവസം ഹമാസിന്റെ തടവിലായിരുന്ന ശേഷം മോചിതരാകുമ്പോൾ 22കാരനായ ഒമർ ഷെംടോവ് നിറഞ്ഞ് പുഞ്ചിരിക്കുകയായിരുന്നു. മോചനത്തിന്റെ ഓരോ ഘട്ടത്തിലും നിസ്സഹായതയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കടന്നെന്ന് തോന്നിക്കുന്ന ആ പുഞ്ചിരി ഒമറിന്റെ മുഖത്തുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിന് നേരെ തുടർച്ചയായി കൈവീശിക്കൊണ്ടിരുന്ന ആ യുവാവ് ഹമാസ് ഒരുക്കിയ വേദിയിലെ പരേഡിനിടെ ഒപ്പം നിന്ന ഹമാസ് അംഗങ്ങളുടെ നെറ്റിയിൽ മുത്തുകയായിരുന്നു. ശനിയാഴ്ച ഹമാസ് വിട്ടയച്ച 6 ബന്ദികൾക്ക് പകരം കൈമാറേണ്ടിയിരുന്ന പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കാതെ ഇസ്രായേൽ തുടരുകയാണ്. വിട്ടയക്കേണ്ടിയിരുന്ന 600 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ US പിന്തുണയ്ക്കുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കി. ഇസ്രായേലി ബന്ദികളെ ഹമാസ് ക്രൂരമായി കൈകാര്യം ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ വൈകുന്നതെന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ബ്രയാൻ ഹ്യൂസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഹമാസിനെതിരെ ഇസ്രായേൽ എന്ത് നടപടി സ്വീകരിച്ചാലും അതിനെ പിന്തുണയ്ക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത ഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ദികളുടെ കാര്യത്തിൽ ഉറപ്പ് കിട്ടും വരെ തടവുകാരുടെ മോചനം വൈകിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ബന്ദികളെ വേദി കെട്ടി ആൾക്കൂട്ടത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് കൈമാറരുതെന്ന ഇസ്രായേലിലെ നിബന്ധന പാലിക്കുമെന്ന ഉറപ്പ് ഹമാസ് നൽകണം. അതേസമയം ഇസ്രായേൽ തടവുകാരെ വിട്ടയക്കാത്തത് വെടിനിർത്തൽ അപകടത്തിലാക്കുമെന്നും ഹമാസ് വക്താവ് അബ്ദുൾ ലത്തീഫ് അൽ ഖനു പ്രതികരിച്ചു.